സർ, ജർമ്മൻ ഭാഷ പഠിക്കാൻ തയ്യാറായിട്ട് എഡ്യൂഫ്ലെയറിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന നഴ്സുമാരോട് സാർ എന്തൊക്കെയാണ് പറയാനുള്ളത്? ആദ്യമായി ഞാൻ നേഴ്സുമാർ ജനറലി എന്ത് ചെയ്യരുതെന്ന് പറയാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ചെയ്യേണ്ട കാര്യത്തെപ്പറ്റി പറയാം. ഒന്നാമതായിട്ട് നേഴ്സുമാർ ചെയ്യരുതാത്ത കാര്യം എന്ന് പറയുന്നത് ജർമ്മൻ ലാംഗ്വേജ് ഓൺലൈനായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കരുത്. നിങ്ങൾക്ക് പാസ്സാവാനും പറ്റത്തില്ല, നിങ്ങളുടെ പൈസ നഷ്ടപ്പെടും. രണ്ടാമതായിട്ട് കുറഞ്ഞ പണം കേട്ടിട്ട് ക്വാളിറ്റി ഇല്ലാത്ത സ്ഥാപനങ്ങളിൽ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടി പോകരുത്. പലപ്പോഴും പല പരസ്യങ്ങൾ ഞാൻ തന്നെ കണ്ടിട്ട് ചിരിച്ചു പോയിട്ടുണ്ട്. 6000 രൂപയ്ക്ക് ജർമ്മൻ ലാംഗ്വേജ് B2 വരെ പഠിക്കാം, 3 മാസത്തിനുള്ളിൽ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ച് ജർമ്മനിയിലേക്ക് ഫ്ലൈ ചെയ്യാം. ഇങ്ങനെയൊക്കെയുള്ള പല വിധത്തിലുള്ള പരസ്യങ്ങൾ മാർക്കറ്റിൽ വരും. ഇതിലൊക്കെ പോയി വീണാൽ അല്ലെങ്കിൽ ഇതിലേക്കൊക്കെ പോയാൽ നിങ്ങളുടെ പണവും പോവും, നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങളും നടക്കില്ല. അപ്പം ഇത്തരം കാര്യങ്ങൾ, അതായത് കുറുക്ക് വഴി, എളുപ്പ വഴി, ഇങ്ങനത്തെ കാര്യങ്ങളിലേക്കൊന്നും നേഴ്സുമാരെ മൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കരുത്. ആ വിധത്തിലൊന്നും നിങ്ങളുടെ ലൈഫ് ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഒന്നാമതായിട്ട് നിങ്ങൾ മാനസികമായി ഇതിന് ഒരുക്കമുള്ളവരായി തീരുക എന്നുള്ളതാണ്. അതായത് ജർമ്മൻ ലാംഗ്വേജ് പഠിച്ച് പാസ്സായി ജർമ്മനി പോകണമെന്ന വില്ല് ഉള്ളിലേക്ക് വരിക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനനുസരിച്ച് ഹാർഡ് വർക്ക് ചെയ്യാനും എഫേർട്ട് ഇടാനും ഞാൻ റെഡിയാണെന്ന് നമ്മുടെ മനസ്സിനെയും ബുദ്ധിയെയും നമ്മുടെ സാഹചര്യങ്ങളെയും പറഞ്ഞു ബോധ്യപ്പെടുത്തി അതിനുവേണ്ടി ഒരുക്കമുള്ളവരായി തീരുക എന്നുള്ളതാണ് രണ്ടാമതായിട്ട് ചെയ്യേണ്ട കാര്യം. മൂന്നാമതായി അവർ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അവരുടെ നിലവിലുള്ള എല്ലാ സാഹചര്യങ്ങളും വിട്ട് ഓഫ്ലൈനായി പഠിക്കാനായിട്ട് വരിക എന്നുള്ളതാണ്. മാക്സിമം പറ്റുമെങ്കിൽ വീട്ടിൽ നിന്ന് വിട്ട് ഒരു ഹോസ്റ്റലിൽ നിന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അതായത് അവരുടെ പ്രൈം ഫോക്കസ് മറ്റുള്ള എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് അടുത്ത 8 മാസക്കാലം ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുക എന്ന് പറയുന്ന ഒറ്റ ഒരു കാര്യത്തേക്ക് ഫോക്കസ്ഡ് ആവണം. അവരെ ഡിസ്ട്രാക്റ്റ് ചെയ്യുന്ന മറ്റുള്ള എല്ലാ കാര്യങ്ങളും മാറ്റിവെക്കണം. ഇപ്പോൾ നമ്മൾ ജോലിയിൽ ഇരുന്നുകൊണ്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയുടേതായിട്ടുള്ള പല പ്രശ്നങ്ങൾ, ചെറിയ കുഞ്ഞുങ്ങളുണ്ടാവും നോക്കാനുള്ളത്, അതൊക്കെ പേരൻസിനെയോ മറ്റുള്ള ആളുകളെയൊക്കെ ചുമതലപ്പെടുത്തി പഠിക്കുക എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്ത് 8 മാസക്കാലം വർക്ക് ചെയ്താലേ അവർക്കിതൊക്കെ അറ്റൈൻ ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. മൂന്നാമതായിട്ട് ഏറ്റവും ക്വാളിറ്റി ഉള്ളൊരു സ്ഥാപനം പഠിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കണം എന്നുള്ളതാണ്. അതായത് പലപ്പോഴും കണ്ടുവരുന്ന കാര്യം, ഇതൊരു ബിസിനസ്സായിട്ട് കരുതി ആളുകൾ പണം വാങ്ങുകയും ക്വാളിറ്റി കുറഞ്ഞ എഡ്യൂക്കേഷൻ കൊടുക്കുകയും ചെയ്യുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പം അത്തരം സ്ഥാപനങ്ങളിലേക്ക് പോകുന്ന നേഴ്സുമാർക്ക് ഒരിക്കലും പഠിക്കാനും പാസ്സാവാനും വേണ്ടി സാധിക്കില്ല. ഇതിൻ്റെ ഒരു റിയാലിറ്റി എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ഈ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ച് ജർമ്മനി പോവുക എന്നൊരു കാര്യം പുതുതായിട്ട് വന്നൊരു കാര്യമായതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ ജർമ്മൻ ലാംഗ്വേജ് പഠിപ്പിക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള ആളുകളുടെ എണ്ണം വളരെ കുറവാണ്. അതായത് ജർമ്മൻ ലാംഗ്വേജ് C1 C2 മാസ്റ്റേഴ്സൊക്കെ പാസ്സായ ആളുകൾ കേരളത്തിൽ ഇല്ല എന്ന് തന്നെ പറയാം. വളരെ കുറഞ്ഞ ആളുകളെ ജർമ്മനിയിലൊക്കെ പോയി തിരിച്ചു വന്ന കുറച്ച് ആളുകൾക്ക് ലാംഗ്വേജ് അറിയാം എന്നുള്ളത് കഴിഞ്ഞ് ലാംഗ്വേജ് ഒരു ടീച്ചിങ് പ്രൊഫഷനായിട്ട് എടുത്തിട്ടുള്ള ആളുകൾ നോർത്ത് ഇന്ത്യ, അതായത് പൂന, ഡൽഹി അങ്ങനെയൊക്കെയുള്ള സ്ഥലത്തുള്ള അധ്യാപകരാണുള്ളത്. അപ്പം പലപ്പോഴും പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ചെയ്യുന്നത് ജർമ്മൻ ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എങ്ങനെയെങ്കിലും പോയ കുറേ ആളുകളെ, B1 തോറ്റവരെ, B2 തോറ്റവരെ, ജർമ്മൻ ലാംഗ്വേജ് ചില വാക്കുകളൊക്കെ പറയാൻ പറ്റുന്ന ആളുകളെയൊക്കെ ടീച്ചേഴ്സായിട്ട് അപ്പോയിൻറ്റ് ചെയ്ത് അവരാണ് പലപ്പോഴും ആളുകളെ പല സ്ഥലത്തും പഠിപ്പിക്കുന്നത്. അപ്പോൾ ആ ടീച്ചേഴ്സിന് ശമ്പളം കുറവായിരിക്കും, ക്വാളിറ്റിയും കുറവായിരിക്കും, നിങ്ങൾ കൊടുക്കുന്ന ഫീസും കുറവായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഫീസ് കുറവുള്ളിടത്തേക്ക് വേഗം അട്രാക്റ്റായിട്ട് പോവുകയും ചെയ്യും, നമുക്ക് പഠിക്കാൻ വേണ്ടി സാധിക്കത്തില്ല. എന്നിട്ട് സൊസൈറ്റിയിൽ അല്ലെങ്കിൽ സമൂഹത്തിൽ ഭയങ്കര ട്രെൻഡാണ് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ ബുദ്ധിമുട്ടാണ്, പ്രയാസമൊക്കെ ആണെന്ന്. അപ്പം ഈ ട്രെൻഡ് വരാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ഓൺലൈനായിട്ട് പഠിക്കാൻ ശ്രമിക്കും, എനിക്ക് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. അല്ലെങ്കിൽ ഞാൻ ഡിസ്ട്രാക്റ്റഡായിട്ട് പഠിക്കാൻ ശ്രമിക്കും, എനിക്ക് മറ്റു പല പരിപാടികളുടെ ഇടയിൽ ഒരു പരിപാടിയായിട്ട് ജർമ്മൻ ലാംഗ്വേജ് പഠനം നമ്മൾ എടുക്കും. 3 ക്വാളിറ്റി കുറഞ്ഞ സ്ഥാപനങ്ങളിൽ പഠിക്കാൻ പോകും. ഇങ്ങനെ ആവുന്ന ആളുകളാണ് ജർമ്മൻ ലാംഗ്വേജ് പഠിച്ച് പാസ്സാവാതിരിക്കുന്നത്. ഇപ്പം എഡ്യൂഫ്ലെയറിൽ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ വന്ന നേഴ്സുമാരുടെ സ്റ്റോറി എടുത്താൽ, ഇപ്പം +2 കഴിഞ്ഞ് ഹൗസ് ബിൽഡിങ്ങിന് പോകുന്ന വിദ്യാർത്ഥികളെ അപേക്ഷിച്ച് നേഴ്സുമാരുടെ സ്റ്റോറി എടുത്താൽ 99% ആളുകളും ജർമ്മൻ ലാംഗ്വേജ് പാസ്സായിട്ടുണ്ട്. പല ആളുകളും ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ 4 മൊഡ്യൂൾ പാസ്സായിട്ടുണ്ട്. കുറേയധികം ആളുകൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ 3 മൊഡ്യൂൾ പാസ്സായിട്ടുണ്ട്. 2 മൊഡ്യൂളിൽ താഴെ പാസ്സായ ഒരു നേഴ്സും ഇല്ല. ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ 2 മൊഡ്യൂൾ പാസ്സായി, പിന്നത്തെ പരീക്ഷയിൽ അവർ 2 മൊഡ്യൂൾ പാസ്സായി അവർ പോകുന്നുണ്ട്. കാരണം +2 കഴിഞ്ഞ വിദ്യാർത്ഥികളെ അപേക്ഷിച്ച് ജീവിത യാഥാർത്ഥ്യങ്ങളെ കുറച്ചുകൂടി അറിയാവുന്ന നേഴ്സുമാരെ സംബന്ധിച്ചുള്ള അവർ പഠനത്തിൽ കുറച്ചുകൂടി ഫോക്കസ് ചെയ്യും, സീരിയസ് ആയിരിക്കും. അവർ മറ്റെല്ലാ കാര്യങ്ങളും നമ്മുടെ അടുത്ത് വന്ന് ഓഫ്ലൈനായി ഒരു ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുമ്പം അവരുടെ പ്രൈം ഫോക്കസ് ഇതായി മാറുന്നത് കൊണ്ടാണ് അവർക്ക് 8 മാസം കഴിയുമ്പോൾ 4 മൊഡ്യൂൾ ഒന്നിച്ച് പാസ്സാവാൻ വേണ്ടി സാധിക്കുന്നത്.
സാർ അത് ഇപ്പം ഒരാൾ വന്നു, അവരുടെ ഫീസ് അവരടയ്ക്കുന്നുണ്ട്, അവരുടെ ഹോസ്റ്റലിൻ്റെ പൈസ കൊടുക്കുന്നുണ്ട്, അവരുടെ എഫേർട്സ് ഉണ്ട്, അതായത് കുറേ കാര്യങ്ങൾ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് റിസൾട്ട് കിട്ടാനായിട്ട്. അതിനെന്താണ് അവർക്ക് റിട്ടേൺ കിട്ടുന്നത്, അല്ലെങ്കിൽ അവരുടെ ROI എന്താണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്താൽ? നമുക്ക് ഏതൊരു കാര്യത്തിനും നമുക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പണത്തിൻ്റെയും നമ്മുടെ സമയത്തിൻ്റെയും നമ്മുടെ എഫേർട്ടിൻ്റെയും ഒക്കെ റിട്ടേൺ നമുക്ക് കിട്ടണം. അത് കിട്ടാതിരിക്കുമ്പോൾ നമുക്ക് ജീവിതത്തിൽ നിരാശയുണ്ടാവും, നമ്മുടെ സമയം പോവും, കാലം പോവും, ഓക്കെ, നമ്മുടെ ആയുസ്സിൽ നിന്ന് ആ സമയമൊക്കെ കുറഞ്ഞു പോവും. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ജർമ്മൻ ലാംഗ്വേജിന് വേണ്ടി നമ്മൾ ഒരാളെ, പ്രത്യേകിച്ച് നേഴ്സസിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. നേഴ്സസ് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്? 1, ലാംഗ്വേജ് പഠിക്കാനുള്ള ഫീസ് അവർ മുടക്കണം. 2, ലാംഗ്വേജിൻ്റെ എക്സാമിനുള്ള പൈസ അവർ മുടക്കണം. അവരൊരു ഹോസ്റ്റലിൽ നിന്നാണ് പഠിക്കുന്നതെങ്കിൽ ഹോസ്റ്റൽ ഫീസ് അവർ മുടക്കണം. പിന്നെ അവരുടെ ടൈമാണ് അല്ലെങ്കിൽ അവരുടെ എഫേർട്ടാണ് അഡീഷണൽ ആയിട്ട് വേണ്ട ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത്. ജർമ്മൻ ലാംഗ്വേജ് പാസ്സായി കഴിയുമ്പോൾ ഇതെല്ലാം ആയിരക്കണക്കിന് ഇരട്ടിയായിട്ട് അവർക്ക് മടക്കി കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നേഴ്സുമാരെ സംബന്ധിച്ചിടത്തോളം അവർ ലാംഗ്വേജ് പഠിക്കുന്ന ഫീസ്, എക്സാം ഫീസൊക്കെ മിക്കവാറും എംപ്ലോയേഴ്സ് റീഇംബേഴ്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതായത് അവർക്ക് 0 ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ആകെ അവരുടെ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ പഠിക്കാനുള്ള എഫേർട്ട് മാത്രമേ ആവശ്യമുള്ളൂ. അവർക്ക് ജർമ്മനിയിലേക്ക് പോകാനുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ്, ഇൻഷുറൻസ്, വിസ പ്രോസസ്സ്, ലാംഗ്വേജ് ഫീ, എക്സാം ഫീ, ഈവൻ വളരെ റെയറായിട്ടുള്ള എംപ്ലോയേഴ്സ് അവരെ ഹോസ്റ്റലിലെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ്റെ പൈസ വരെ റീഇംബേഴ്സ് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പം അവർക്ക് ജർമ്മനി പോയി കഴിഞ്ഞാൽ ഇതെല്ലാം തിരിച്ചു കിട്ടും. കൂടാതെ പിറ്റേ ദിവസം മുതൽ 2800 മുതൽ 3200 വരെയുള്ള യൂറോയിലെ സ്റ്റാർട്ടിംഗ് സാലറി ജോലിക്ക് കയറാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഓവർ ടൈം ചെയ്താൽ ഞാൻ പറഞ്ഞില്ല 5 ലക്ഷം രൂപ മുതൽ 7 ലക്ഷം രൂപ വരെ സമ്പാദിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. 6 മാസത്തിനുള്ളിൽ രജിസ്റ്റേർഡ് നേഴ്സായി മാറാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ജർമ്മനിയിലെ PR കിട്ടാനും പിന്നീട് സിറ്റിസൺഷിപ്പ് കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. സ്വന്തം ഫാമിലിയെ ഉണ്ടാകാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും 8 മാസക്കാലം ലാംഗ്വേജ് പഠിക്കാൻ എഫേർട്ട് ഇടുന്ന ഒരാൾക്ക്, ഇവിടെ പണത്തിൻ്റെ ചിലവ് നമുക്ക് റീഇംബേഴ്സ് ചെയ്ത് കിട്ടുന്നത് കൊണ്ട് എഫേർട്ട് ഇടുക എന്ന് പറയുന്ന ഒറ്റ കാര്യം ചെയ്യാൻ റെഡിയായാൽ അവരുടെ ജീവിതം പെർമനൻ്റായിട്ട് ട്രാൻസ്ഫോം ആകും. നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ എത്രയോ ഇരട്ടി ഉയരത്തിലേക്ക് എത്തും. അതായത് അവരുടെ കയ്യിലുള്ള ആ നിധി, നേഴ്സിംഗ് എന്ന് പറയുന്ന അല്ലെങ്കിൽ അവരാ പഠിച്ചിട്ടുള്ള പ്രൊഫഷൻ അവർക്ക് വളരെ വാല്യൂ ഉള്ളൊരു നിധിയായി ഒരു വികസിത രാജ്യത്ത് പോയി, ജർമ്മനിയിൽ പോയി ഡെവലപ്പ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടാകും. ഫിനാൻഷ്യലി മാത്രമല്ല, എല്ലാ ആസ്പെക്റ്റിലും ഭയങ്കര വലിയ റിട്ടേൺസ് ആയിട്ടായിരിക്കും തിരിച്ചു കിട്ടുക അല്ലേ? ഇപ്പോൾ ഞാനൊരു കാര്യം പറയും. ഇപ്പം ഒരു നേഴ്സ്, ഒരു പെൺകുട്ടി മാരേജ് കഴിയാത്ത ഒരാളാണെന്ന് വിചാരിക്കുക. അവർ നേഴ്സിംഗ് പഠിച്ചു, ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചു, ജർമ്മനി പോയി രജിസ്റ്റേർഡ് നേഴ്സായി കഴിഞ്ഞാൽ അവർക്ക് ഭാവിയിൽ ഒരു വിവാഹ ആലോചന വരുമ്പോൾ, ഒരു അലയൻസ് വരുമ്പം അവർക്ക് ചോയ്സ്, അതായത് തിരഞ്ഞെടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റിയിലേക്ക് അവർക്ക് വരാൻ വേണ്ടി സാധിക്കും. അവർക്ക് ഹൈ ഡിമാൻഡായിട്ടുള്ള മറ്റു പ്രൊഫഷണലിലെയൊക്കെ മാരേജ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി, അതായത് അവർക്ക് ഇഷ്ടപ്പെട്ട ആളുകളെ തിരഞ്ഞെടുക്കാനുള്ള ഒരു ചോയ്സിലേക്ക് അവർക്ക് മൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഞാനൊരു ട്രാൻസ്ഫോർമേഷൻ്റെ ഒരു സൈഡാണ് ഇപ്പോൾ പറയുന്നത്. അതേസമയത്ത് നമ്മുടെ നാട്ടിൽ ഒരു നേഴ്സായിട്ട് ജോലി ചെയ്യുന്ന ആളുകൾക്ക് എത്ര ഓപ്ഷനാണ് അല്ലെങ്കിൽ തിരഞ്ഞെടുക്കാനുള്ള അവരുടെ ചോയ്സിന് വലിയ പ്രാധാന്യം ഇവിടെ ഇല്ല. അപ്പം ഇതെല്ലാം ട്രാൻസ്ഫോർമേഷൻ്റെ ഓരോ സൈഡാണ്. ഇനി ഭാവിയിൽ അവർക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങളുടെ എഡ്യൂക്കേഷൻ, ജർമ്മനിയിൽ ആബ്സല്യൂട്ട്ലി എഡ്യൂക്കേഷൻ ഫ്രീ ആണ്. അവർക്ക് ഫ്രീ ആയിട്ട് പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഈ പോകുന്ന നേഴ്സിന് തന്നെ അവർക്ക് വേണമെങ്കിൽ ഈ നേഴ്സിംഗ് കരിയറിൽ തുടരാം, വേറെ കരിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അവർക്കവിടെ ഫ്രീ ആയിട്ട് ഏത് ലെവൽ വരെ വേണമെങ്കിലും പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അങ്ങനെ പഠിച്ച് അവർക്ക് ഏത് ലെവലിലേക്കും എത്താനുള്ള പോസിബിലിറ്റിയാണ് ഈ രാജ്യത്ത് പോകുന്ന ആളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. നമ്മൾ ROI കുറിച്ച് സംസാരിച്ചു. അപ്പം അതിനുമായിട്ട് കണക്ട് ചെയ്യുന്ന വേറൊരു ഫാക്ടറാണ് COI, കോസ്റ്റ് ഓഫ് ഇനാക്ഷൻ. ഈ ആക്ഷൻ എടുത്തില്ലെങ്കിൽ, ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി അവരുടെ മുമ്പിൽ ഉണ്ടായിട്ടൊരു തീരുമാനം എടുത്തില്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അവർ നഷ്ടപ്പെടുത്തുന്നത്? പലപ്പോഴും നേഴ്സുമാരുടെ എല്ലാവരുടെയും ഉള്ളിൽ ഞാൻ വിചാരിക്കുന്നത്, നേഴ്സിംഗ് പഠിക്കാൻ പോകുന്ന ഒരു കുട്ടി, +2 കഴിഞ്ഞൊരു വിദ്യാർത്ഥിയുടെ മനസ്സിലെ ഏറ്റവും വലിയ മോഹമായിരിക്കാം നേഴ്സിംഗ് കഴിഞ്ഞ് വിദേശ രാജ്യത്ത് പോകണം എന്നുള്ളത്. പക്ഷേ പലവിധ സാഹചര്യങ്ങളാൽ അവർക്ക് ഇത് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ല. ഒന്ന്, അവരുടെ മൈൻഡ് ബ്ലോക്ക് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. 2, അവരുടെ അതായത് ഫാമിലി സാഹചര്യങ്ങൾ, ജീവിത സാഹചര്യങ്ങൾ അവരെ പിന്നോട്ട് വലിക്കുന്നുണ്ട്. അപ്പോൾ ഈ സാഹചര്യങ്ങളൊക്കെ കൊണ്ട് ഇത് വേണ്ടാന്ന് വെക്കുന്ന ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന COI, കോസ്റ്റ് ഓഫ് ഇനാക്ഷൻ, അതായത് വളരെ വലുതാണ്. അതായത് അവരുടെ ജീവിതകാലം മുഴുവൻ, നമുക്കറിയാം ഇന്ന് നമ്മുടെ നാട്ടിലൊരു നേഴ്സിനെ പഠനം കഴിഞ്ഞ് ഒരു ഹോസ്പിറ്റലിൽ ജോലിക്ക് കയറുമ്പോൾ കിട്ടുന്ന സ്റ്റാർട്ടിംഗ് സാലറി എന്ന് പറയുന്നത് 15,000 രൂപയ്ക്ക് അടുത്താണ്. അവർ ഏറ്റവും സീനിയർ നേഴ്സായി ഒരു 30 വർഷം സർവീസ് ആയാലും അവർക്കൊരു 35,000 അധികം നമ്മുടെ നാട്ടിൽ കിട്ടാനുള്ള സാധ്യത ഇപ്പോൾ നിലവില്ല. അപ്പം നമ്മുടെ ജീവിതത്തെ 15,000-നും 35,000-നും ഇടയിലുള്ള ഒരു ജീവിതമായി നമ്മുടെ ജീവിതകാലം മുഴുവൻ തളച്ചിടേണ്ടി വരും.
അതുപോലെ തന്നെ ആ പണം നമുക്ക് ഏറ്റവും ഒരു ക്വാളിറ്റിയോടുകൂടി ഒരു ലൈഫിന് അത്രയും പണം നമുക്ക് പോരാ. അപ്പം നമ്മുടെ ജീവിതത്തിൽ എല്ലാ അർത്ഥത്തിലും നമ്മൾ സഫർ ചെയ്യേണ്ടി വരും, ജീവിതത്തിൽ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും, നമ്മുടെ ജീവിതത്തെ പലപ്പോഴും ലിമിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതുകൂടാതെ നമ്മുടെ ഇവിടുത്തെ ആ ജോലിയുടെ അന്തരീക്ഷം, ഹോസ്പിറ്റലിലെ അന്തരീക്ഷം, അതുപോലെ തന്നെ അവരുടെ വർക്ക് ലൈഫ് ബാലൻസ്, ഇതെല്ലാം അവർക്ക് ഒരു ലോവർ ഗ്രേഡിലായിരിക്കും അവരുടെ ജീവിതത്തിൽ കിട്ടുന്നത്. അപ്പോൾ നിങ്ങളൊരു നേഴ്സാണോ, നിങ്ങളുടെ അഭിലാഷം എന്തായിരിക്കണം? നേഴ്സിംഗ് കഴിഞ്ഞ് ഒരു വികസിത രാജ്യത്ത് പോയി ജോലി ചെയ്യുക എന്നുള്ളതായിരിക്കണം. അതിൽ ഇന്ന് നമുക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഓപ്ഷനായിട്ട് എടുക്കാൻ പറ്റുന്ന ജർമ്മനിയാണ്. അപ്പോൾ ജർമ്മനി ഇപ്പോൾ വെൽക്കമിംഗ് ആണ്, ഓപ്പൺ ആണ്. എത്ര വർഷം ഉണ്ടാവുമെന്ന് നമുക്കങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. അപ്പോൾ ഏറ്റവും നിയറസ്റ്റ് ഓപ്പർച്യൂണിറ്റിയിൽ അല്ലെങ്കിൽ നിയറസ്റ്റ് ടൈമിൽ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുക, ജർമ്മനിയിലേക്ക് ജമ്പ് ചെയ്യുക. ഇതാണ് ഒരു നേഴ്സ് ചെയ്യേണ്ട കാര്യം. സാർ, ഇതിൽ കുറേ മിത്തുകൾ നമ്മൾ കേൾക്കുന്നുണ്ട്, കോമൺ ആയിട്ട് ആളുകളെ പേടിപ്പിക്കുന്ന കുറേ കാര്യങ്ങൾ. ഒന്ന്, ഏറ്റവും പ്രധാനപ്പെട്ടത് ലാംഗ്വേജ് പഠിക്കാൻ ഭയങ്കര ഡിഫിക്കൽട്ടാണ്, പാസ്സാവില്ല, സമയം പോകും എന്നുള്ളൊരു കാര്യം തന്നെയാണ്. നമ്മൾ പല കൂടി സംസാരിച്ചതാണ്. എന്നാലും ഞാൻ ഒന്നുകൂടെ ചോദിക്കുകയാണ്, കാരണം അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ആയതുകൊണ്ടാണ്. എന്തുകൊണ്ടായിരിക്കും സൊസൈറ്റി ഇങ്ങനെ ഭയങ്കര ഡിഫിക്കൽട്ടാണെന്ന് പറയുന്നത്? അത് ഓവർകം ചെയ്യാൻ അവരെന്താണ് ചെയ്യേണ്ടത്? 3 കാര്യങ്ങളാണ് ഈ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പ്രചരിപ്പിക്കപ്പെടാനുള്ള കാരണങ്ങൾ. പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ്. ആദ്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏത് കാര്യവും പുതുതായിട്ട് നമ്മൾ പഠിക്കാൻ അതിൻ്റേതായിട്ടുള്ള എഫേർട്ട് ഇട്ടാൽ മാത്രമേ നമുക്ക് പഠിക്കാൻ പറ്റൂ എന്നുള്ള റിയാലിറ്റി നമ്മൾ മനസ്സിലാക്കണം. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, പഠിക്കാൻ പോകുന്ന ആളുടെ മൈൻഡ് സെറ്റാണ് ഒന്നാമത്തെ ഒരു പ്രശ്നം. അതായത് വളരെ ലാഘബുദ്ധിയോടുകൂടി എടുക്കുക, ഓൺലൈനിൽ പഠിക്കുക, പല പരിപാടികളിൽ ഒരു പരിപാടിയായിട്ട് ജർമ്മൻ ലാംഗ്വേജ് പഠനത്തിനെ മാറ്റുക, ഇടയ്ക്ക് വെച്ച് ഡ്രോപ്പ് ആകുക. എന്നിട്ട് പഴി നമ്മളിൽ സ്വയം ആരോപിക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മളെല്ലാവരോടും എന്തു പറയും? ജർമ്മൻ ലാംഗ്വേജ് ഭയങ്കര ഡിഫിക്കൽട്ടാണ്, ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് പഠിക്കാൻ പറ്റില്ല എന്ന് പറയും. അപ്പോൾ ഒരു പ്രചരണം ഇതാണ് മാർക്കറ്റിൽ നടക്കുന്നത്. രണ്ടാമത്തെ ഒരു പ്രചരണം എന്ന് പറയുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത്, ഈ ആളുകൾ ഓൺലൈൻ തിരഞ്ഞെടുക്കുന്നത് കൊണ്ടാണ്. ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാനായിട്ട് എളുപ്പത്തിൽ, അതായത് നമ്മുടെ വീട്ടിൽ ഇരുന്ന് പഠിക്കാം, എവിടെയും പോകണ്ട. നമ്മൾ അതൊരു സ്വപ്നതുല്യമായിട്ട്, അല്ലെങ്കിൽ നമ്മളൊരു തിയററ്റിക്കലി ചിന്തിക്കുകയാണ്. ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകണമെങ്കിൽ അവിടെ പോകണം, പഠിക്കണം, അല്ലെങ്കിൽ ഹോസ്റ്റലിൽ നിൽക്കണം. ഇതൊന്നുമില്ല, ഓൺലൈനായിട്ട് എളുപ്പത്തിൽ പഠിക്കാം, ജോലിയോടൊപ്പം പഠിക്കാം എന്ന് വിചാരിച്ച് ഓൺലൈനിൽ ചേരുന്ന ആളുകൾക്ക് അറിയാത്തൊരു യാഥാർത്ഥ്യമാണ് ജർമ്മൻ ലാംഗ്വേജ് ഓൺലൈനിൽ പഠിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം. അപ്പം കുറേ നാളതിന് എഫേർട്ട് ഇടുന്നു, അത് ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്നില്ല, അവർ ഡ്രോപ്പ് ചെയ്യുന്നു, അവരും പ്രചരിപ്പിക്കും എന്ത് ചെയ്യും? ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ ബുദ്ധിമുട്ടാണെന്നുള്ളത്. മൂന്നാമതായിട്ടൊരു സിനാരിയോ എന്ന് പറയുന്നത്, ജർമ്മൻ ലാംഗ്വേജ് പഠിപ്പിക്കുക എന്നുള്ളത് കേരളത്തിൽ ഇപ്പോൾ എമേർജ് ആയിട്ട് വന്നിട്ടുള്ള പുതിയൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ ഒട്ടനവധി ആളുകൾ ഇതിലേക്ക് ചാടി വീഴുന്നുണ്ട്. ഈ ചാടി വീഴുന്ന ആളുകളുടെ പ്രൈം ഫോക്കസ് പണം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവർ പണം ഉണ്ടാക്കാനായിട്ട് ചിന്തിക്കുന്നത് എന്താണ്? നമ്മൾ ഏറ്റവും കുറഞ്ഞ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക, കൂടുതൽ റിട്ടേൺ വാങ്ങുക എന്നുള്ളതാണ്. അപ്പം ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങുമ്പോൾ അവർ ക്വാളിറ്റി കുറഞ്ഞ അധ്യാപകരെ വെക്കും, ഷോർട്ട് ടൈം ആയിട്ടുള്ള പ്രോഗ്രാമുകൾ നടത്താൻ വേണ്ടി നോക്കും, ഓൺലൈനായിട്ട് പഠിക്കാമെന്ന് പറയാൻ വേണ്ടി നോക്കും. ഓൺലൈനായിട്ട് പഠിക്കുമ്പോൾ നമുക്ക് ക്ലാസ് റൂമുകളൊന്നും ആവശ്യമില്ലല്ലോ, ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ല. അപ്പം ഇങ്ങനെ ഇതിനൊരു ബിസിനസ്സായി കണ്ട് ഇങ്ങനെ തുടങ്ങുന്ന സ്ഥാപനങ്ങളിൽ പോയി പഠിക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് ക്വാളിറ്റി കുറഞ്ഞ എഡ്യൂക്കേഷൻ കിട്ടുന്നത് കൊണ്ടും അവർക്ക് പഠിക്കാൻ വേണ്ടി സാധിക്കില്ല. അപ്പോൾ അവരും ഇത് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിട്ട് സമൂഹത്തിൽ പ്രചരിപ്പിക്കും. ഈ പ്രചരണമാണ് നമ്മുടെ സമൂഹത്തിൽ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ ബുദ്ധിമുട്ടാണെന്നുള്ള ഒരു പ്രചരണത്തിലേക്ക് എത്താൻ വേണ്ടിയുള്ള കാരണം.